പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കഥ കേൾക്കൂ. ഇളം കാറ്റ്. ഗ്രാമത്തിലെ സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം. മൂവർണ്ണത്തിൽ അലങ്കരിച്ച സ്കൂൾ മൈതാനം. പ്രധാനാധ്യാപകൻ ആദരവോടെ ദേശീയ പതാക ഉയർത്തുന്നു. പതാക ഗാനവും ദേശഗീതവും ദേശീയ ഗാനവും മുഴങ്ങുന്നു. 9ാം ക്ലാസ്സുകാരൻ കിഷോർ നിശബ്ദനായി നിൽക്കുകയാണ്. അവൻ്റെ കയ്യിലെ ചെറുപേപ്പറിൽ ഒരു പേരുണ്ട്: സുബേദാർ രവീന്ദ്രൻ. അച്ഛൻ ഒരിക്കലും യൂണിഫോം അഴിച്ചു വച്ചിട്ടില്ല. പോയത് അതിർത്തിയിലേക്കാണ്. യൂണിഫോം ധരിച്ച് പോയി, മടങ്ങിയത് യൂണിഫോമിൽ തന്നെ ഈ മണ്ണിലേക്കാണ്. അച്ഛൻ്റെ മുഖം കിഷോറിന് ഓർമ്മയുണ്ട്. പുഞ്ചിരിയോടെ യാത്ര പറയുന്ന നിമിഷവും. രാജ്യം നമ്മളെ വിളിച്ചാൽ പിന്നെ ഭയം വേണ്ട എന്ന് പറഞ്ഞ ആ ശബ്ദം. ആ ദിവസം രാത്രി മഴ പെയ്യുകയായിരുന്നു. അമ്മയുടെ കണ്ണുനീർ മഴയിൽ ആ വാർത്ത കേട്ടു. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരുടെ പട്ടികയിൽ സുബേദാറിൻ്റെ പേരും അച്ഛൻ്റെ പേര്. പിന്നീട് വർഷങ്ങൾ കടന്നു. വെയിലും മഴയും തണുപ്പും രാത്രിയും പകലും കിഷോറിൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ഓർമ്മകളായി. അമ്മ അവനെ പഠിപ്പിച്ചു. അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയതല്ല, രാജ്യത്തിൻ്റെ സ്പന്ദനത്തിലേക്കാണ് അച്ഛൻ പോയത്. ഇന്ന് റിപ്പബ്ലിക് ദിനം. പതാക ഉയരുമ്പോൾ കിഷോർ തല ഉയർത്തി നിന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ. ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, അഭിമാനത്തിൻ്റെ മുത്താണത്. അച്ഛാ, അങ്ങ് കാവൽ നിന്ന അതേ മണ്ണിൽ ഇന്ന് ഞാൻ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നു. ഈ പതാക പാറുന്നത് അച്ഛൻ്റെ ശ്വാസത്തിൻ്റെ ശക്തിയാലാണ്. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഹെഡ് മാസ്റ്റർ സംസാരിക്കാനായി അവനെ വിളിച്ചു. ഇതാ നമ്മുടെ പതാക കാറ്റിൽ പാറുന്നു. അത് വെറുമൊരു തുണിയല്ല, അത് ജവാന്മാരുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും ജീവൻ പണയം വെച്ച ധൈര്യവും ചേർന്ന രാജ്യത്തിൻ്റെ ഹൃദയമാണ്. റിപ്പബ്ലിക് ദിനം നമ്മുടെ ഭരണഘടനയെ ഓർക്കുന്ന ദിനം മാത്രമല്ല, വെയിലും മഴയും തണുപ്പും ചൂടും മറന്ന് നമുക്ക് വേണ്ടി കാവൽ നിന്ന, ഇപ്പോഴും കാവൽ നിൽക്കുന്ന ധീര ജവാന്മാരെ നിശബ്ദമായി സല്യൂട്ട് ചെയ്യുന്ന ദിനമാണ്. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കൈയടിച്ചു. അപ്പോൾ വീശിയ ഇളങ്കാറ്റിന് അച്ഛൻ്റെ ഗന്ധമുള്ളതായി അവന് തോന്നി.